സൈക്കാട്രിക് മരുന്നുകൾ സെക്സിനോടുള്ള താല്പര്യം കുറയ്ക്കുന്നതായി കാണുന്നുണ്ട്. പോസിറ്റീവ് സെക്ഷൽ എക്സ്പീരിയൻസ് ലഭിക്കുന്നവർക്ക് ഹൈ സെൽഫ് എസ്റ്റീമും കോൺഫിഡൻസും കാണും. അവർക്ക് സ്ട്രെസ് വളരെ കുറവായിരിക്കും. ഒരു വ്യക്തിയുടെ മെൻ്റൽ ഹെൽത്തും സെക്ഷൽ ബിഹേവിയറും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഇത് ബൈ ഡിറക്ഷണലാണ്. ഒരു പോസിറ്റീവ് മെൻ്റൽ ഹെൽത്ത് ഇല്ലാത്ത വ്യക്തിക്ക് നല്ല സെക്ഷൽ എക്സ്പീരിയൻസ് സാധ്യമാകാത്തതുപോലെ മോശമായ സെക്ഷൽ എക്സ്പീരിയൻസ് നെഗറ്റീവ് മെൻ്റൽ ഹെൽത്തിനും കാരണമാകും. സാധാരണയായി കാണപ്പെടുന്ന ഡിപ്രഷനും ആങ്സൈറ്റിയും പോലും ഒരിക്കൽ അവർ എൻജോയ് ചെയ്തിരുന്ന സെക്സിനോട് താല്പര്യക്കുറവുണ്ടാക്കും. ആങ്സൈറ്റി കൂടുതലുള്ളവർക്ക് സെക്ഷൽ പെർഫോമൻസ് കൂടുതൽ ആങ്സൈറ്റി ഉണ്ടാക്കുകയും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. ക്രോണിക് സ്ട്രെസ് ഉള്ളവർ ഒത്തിരി എക്സോസ്റ്റഡ് ആയിരിക്കും. കൂടാതെ കോർട്ടിസോൺ അളവിൽ വ്യതിയാനം വരികയും സെക്സിനോടുള്ള താല്പര്യം കുറയ്ക്കുകയും ചെയ്യും. സൈക്കാട്രിക് മരുന്നുകൾ സെക്സിനോടുള്ള താല്പര്യം കുറയ്ക്കുന്നതായി കാണുന്നുണ്ട്. പോസിറ്റീവ് സെക്ഷൽ എക്സ്പീരിയൻസ് ലഭിക്കുന്നവർക്ക് ഹൈ സെൽഫ് എസ്റ്റീമും കോൺഫിഡൻസും കാണും. അവർക്ക് സ്ട്രെസ് വളരെ കുറവായിരിക്കും. പോസിറ്റീവ് സെക്ഷൽ എക്സ്പീരിയൻസ് ഉള്ളവരിൽ ഹാപ്പി ഹോർമോൺസ് ആയ എൻഡോർഫിൻസും ഓക്സിറ്റോസിൻസും കൂടുതൽ ഹാപ്പിനെസ് നൽകുകയും ബോണ്ടിങ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ലൈംഗിക പ്രശ്നങ്ങളുള്ളവരിലും ഡിസ്ട്രെസ്സും ആങ്സൈറ്റിയും ഡിപ്രഷനും ഉണ്ടാകും. സെക്ഷൽ ട്രോമ ഓർ സെക്ഷൽ അബ്യൂസ് നേരിട്ടിട്ടുള്ളവർക്ക് മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ഉണ്ടാകാനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. PTSD, ഡിപ്രഷൻ, ആങ്സൈറ്റി ഇവയ്ക്ക് കാരണമാകുമെന്ന് മാത്രമല്ല, റിലേഷൻഷിപ്പിലും സെക്സ്, ഇൻറ്റിമസി ഇവ കാണില്ല. ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നവർ നല്ല ഒരു തെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടെ സന്തോഷകരമായ ജീവിതം നയിക്കാനാകും.